ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ 14ാമത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഈ 4 വര വരച്ചെടുത്തിട്ടുണ്ട്. ഈ ലൈൻ വരച്ചെടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ 4 ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ പിക്ചറിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ ലൈൻ കൊടുക്കുക. ഇപ്പോൾ നല്ല നീളമുള്ള പിക്ചറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലൈൻ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ 4 ലൈൻ്റെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഇതേപോലെ സൂചി ഒന്ന് കുത്തിയെടുക്കണം. ഇതേപോലെ ഒന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം ഒരു ലോങ് സ്റ്റിച്ചാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നൂല് ഫുള്ളാന്ന് വലിച്ചെടുക്കുക. 3ാമത്തെ ലൈൻ കണ്ടില്ലേ, ഇതേപോലെ ലോങ് സ്റ്റിച്ച് ആദ്യം കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോർട്ട് ലൈൻ കൊടുക്കാം, ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കാം. അതിന് 2ാമത്തെ ലൈനിലാണ് കുത്തേണ്ടത്. ഇതേപോലെ മുകളിൽ നിന്ന് തുടങ്ങി നൂല് ഫുള്ള് വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ 2ാമത്തെ ലൈനിൽ കുത്തുക. അപ്പോൾ ഷോർട്ട് സ്റ്റിച്ചായി. ഇനി വീണ്ടും നമുക്ക് ലോങ് സ്റ്റിച്ച് കൊടുക്കണം. മുകളിൽ നിന്ന് തുടങ്ങി ഇവിടെ നിന്നിങ്ങനെ തുടങ്ങി 3ാമത്തെ ലൈനിൽ ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പിട്ട് താഴത്തോട്ട് കുത്തിയെടുക്കുക. ഇതിപ്പോൾ നൂല് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് കയറി ചുരുങ്ങി കെട്ട് വീഴുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. വീണ്ടും നമുക്ക് ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കാം. മുകളിൽ നിന്ന് കുത്തി ഫസ്റ്റ് ലൈനിൽ സെക്കൻഡ് ലൈനിൽ താഴത്തോട്ട് കുത്തുക. ഇങ്ങനെ നമുക്ക് കുറച്ച് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തു പോവാം. ഇതുപോലെ ഷോർട്ട് സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും നമുക്ക് ലോങ് സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ഈ നൂല് കുത്തി എടുക്കുമ്പോഴത്തേക്കും അടുപ്പിച്ച് വേണേ കുത്തേണ്ടത്. നമ്മൾ ഗ്യാപ്പൊന്നും വീഴാൻ പാടില്ല. ഈ താഴെ വരുന്ന ഗ്യാപ്പ് നമ്മൾ വീണ്ടും താഴെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ആയിക്കോളും. അപ്പോൾ മുകളിൽ നമ്മൾ കുത്തുമ്പോഴത്തേക്കും ഒട്ടും ഗ്യാപ്പില്ലാതെ നമ്മളൊന്ന് കുത്തിയെടുക്കണം. ഈ ഒരു ലോങ് സ്റ്റിച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തോട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഇതേപോലെ ഷോർട്ട് ആൻഡ് ലോങ് ആണ്. തൊട്ട് മുന്നത്തെ ഷോർട്ട് സ്റ്റിച്ചില്ലേ, അതിൻ്റെ എൻഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം ഈ 4ാമത്തെ ലൈനിൽ കുത്തുക. അങ്ങനെ ഒരു ലോങ് സ്റ്റിച്ച് അവിടെ കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. ഇനി ആ ലോങ് സ്റ്റിച്ചിൻ്റെ ബാക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ 4ാമത്തെ ലൈനിൽ കുത്തിയിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ച് ഇതേപോലെ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ആ ഷോർട്ട് സ്റ്റിച്ചിൽ നിന്ന് എൻഡിൽ നിന്ന് നൂലിങ്ങനെ കുത്തി ഇതേപോലെ ഒന്ന് മുകളിലോട്ട് കുത്തിയെടുത്ത് ഒരു ലോങ് സ്റ്റിച്ച് 4ാമത്തെ ലൈനിൽ കുത്തി ഒരു ലോങ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഒന്ന് ലോങ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ മുകളിലത്തെ ലോങ് സ്റ്റിച്ചിൽ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക, ഷോർട്ട് സ്റ്റിച്ചിൽ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ലോങ് സ്റ്റിച്ചിൽ എൻഡ് എടുത്തിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. മുകളിലത്തെ ഷോർട്ട് സ്റ്റിച്ചിൽ നിന്ന് അതിൻ്റെ എൻഡിൽ നിന്ന് എടുത്ത് 4ാമത്തെ ലൈനിൽ കുത്തി ലോങ് സ്റ്റിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുൾ നമുക്ക് കവറായി കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ അടുപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കാനാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മളല്ലാതെ പിക്ചറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഞെരുക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു പോർഷൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷോർട്ട് ആൻഡ് ലോങ് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഡയറക്ഷനിൽ തന്നെ കൊടുക്കണമെന്നില്ല, ഏത് രീതിയിലും നമ്മുടെ പിക്ചറിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കൊന്ന് ചരിച്ചും എല്ലാം നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്തൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് കുത്തണേ, അടുപ്പിച്ച് നൂല് കുത്തിയെടുക്കുക, ചേർത്ത് ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഷോർട്ട് സ്റ്റിച്ച് താഴത്തേക്കുള്ള ലോങ് സ്റ്റിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ആദ്യം മുകളിലത്തെ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടല്ലേ താഴെ ചെയ്തത്, ഇത് മുകളിലും താഴെയും ഒരുമിച്ച് ചെയ്യുന്നതാണ്. കണ്ടില്ലേ? ഇനി ആ ലോങ് സ്റ്റിച്ചിൽ നിന്ന് ഒരു ഷോർട്ട് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഗ്യാപ്പില്ലാതെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നതെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അടച്ചടച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇനി ലോങ്ങിലൊരു ഇതേപോലെ ഒന്ന് ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നല്ല ഞെരുങ്ങി നമുക്ക് ആ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിക്ചർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. കണ്ടോ? ഇതേപോലെ നമുക്കൊരു പിക്ചറിനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ പിക്ചറാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പിക്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ പിക്ചർ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ചെയ്തെടുത്തത്. കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ട് കിട്ടിയത് കണ്ടോ? ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ പിക്ചറോ വേറെ ഏതെങ്കിലും പിക്ചർ സെലക്ട് ചെയ്ത് ഇതേപോലെ നിങ്ങൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പിക്ചർ. ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ കിട്ടും. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരികയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ലോങ്ങോ ഷോർട്ടോ സ്റ്റിച്ച് വെച്ച് അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിന്ന് ചെയ്ത ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.